അപ്പം ഞാൻ അവരോടെല്ലാം പറഞ്ഞത് നിങ്ങൾ കമൻറ്റ് വായിക്കണ്ട, ഞാൻ ഇടും, എൻ്റെ വീഡിയോ വരും, നിങ്ങൾ എന്ത് പറഞ്ഞാലും. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നവരോട് പറഞ്ഞേക്ക് അത് ഞാൻ അറിയില്ല, അത് അവൻ ചെയ്യുന്നതാണെന്ന് പറഞ്ഞേക്ക്, അത് നിങ്ങളെ ബാധിക്കണ്ട, നിങ്ങൾ കമൻറ്റ് വായിക്കണ്ട. പിന്നെ ഇത് ഒഴിവാക്കാൻ എൻ്റെ അടുത്ത് പറയാൻ വേണ്ട, അതെന്നെ കൊണ്ട് പറ്റൂല എന്നത്. പിന്നെ അതിനുശേഷം നിർത്തി. പക്ഷെ ഇപ്പോൾ അവർക്കെല്ലാം ഹാപ്പിയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനത്തെ വീഡിയോസ്, ഭക്ഷണം കഴിക്കുന്ന വീഡിയോസ് ഇടുന്നത് വഴി ചേട്ടന് ശരിക്കും ആ വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും ഒരു സന്തോഷം തോന്നുന്നുണ്ടോ? ഇതില് ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ മോളോട് പറയും എനിക്ക് തന്നെ വായിന്ന് വെള്ളം വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടാവും, അങ്ങനെ ഇഷ്ടപ്പെടുന്നവരോട് കണ്ടോട്ടെ, അല്ലാതെ എല്ലാവരും നമുക്ക് തൃപ്തിപ്പെടുത്തി നിങ്ങൾ കാണണമെന്നോ ഞാൻ ഒരു ടി വി വീഡിയോയിൽ പോലും ഞാൻ പറയുന്നില്ല നിങ്ങൾ കണ്ടേ പറ്റൂ, അല്ലെങ്കിൽ കാണണോ ഒന്ന് കണ്ടു നോക്ക്, അല്ലെ ഇത് ചെയ്യണം, ഒന്നിനും പറഞ്ഞു ഞാൻ പറഞ്ഞില്ല. പക്ഷെ എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട്, എൻ്റെ ഒരു ആദ്യമേ ഉള്ളൊരു ഇഷ്ടമാണ് നമ്മളൊരു വീഡിയോ നമ്മളെ അവിടെ കിടക്കട്ടെ, എൻ്റെ വകയുള്ളൊരു വീഡിയോ എല്ലാ കാലവും കിടക്കുന്ന സാധനമല്ലേ, നമ്മൾ ചാനൽ അടിച്ചു പോയിട്ടില്ലെങ്കിൽ അവിടെ കിടന്നോട്ടെ, ആരും കണ്ടിട്ടില്ലെങ്കിൽ. പക്ഷെ എനിക്ക് 10 ആളൊക്കെ കണ്ട വീഡിയോ ഞാനിവിടെ എല്ലാവരെയും കാണിച്ചിട്ടുണ്ട്. എനിക്ക് ഇത്ര 10 ആൾ കണ്ട്, അതൊരു 500 ആൾ കണ്ടപ്പോൾ ഞാൻ ആഘോഷാക്കി. എന്താ ചെയ്ത ആഘോഷമൊക്കെ? എന്ത് ഇവർക്കെല്ലാം പാർട്ടി കൊടുത്തില്ലേ 500 ആൾ കണ്ട വീഡിയോന്, അതാണ് എൻ്റെ ഇഷ്ടാനേ, അത് വേറൊന്നല്ല. അപ്പൊ ഇപ്പൊ മറ്റേ മെയിൻ ആയല്ലോ, മറ്റേ മില്യണൊക്കെ അടിച്ചിട്ട് ചെയ്തിട്ടില്ല. അതിന് ആകെ ചെയ്ത് 50K. അപ്പം മരുമോള് ഒരു കേക്ക് മുറിച്ചു, അത്രയായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞു, അത് ആൾക്കാർ കണ്ടു തുടങ്ങി. പിന്നെ ആൾക്കാർ എല്ലാ വീഡിയോ ഞാൻ നല്ല വ്യൂസ് വന്നല്ലോ, അത് പിന്നെ ഇല്ലല്ലോ. നമ്മൾ ഒന്നും കാണാത്ത, ആരും കാണാത്ത സമയത്തല്ലേ നാളെ എത്ര ആൾ കാണും. എനിക്ക് 150 ഫോളോവേഴ്സ് 200 ഫോളോവേഴ്സ് ആയപ്പോൾ തന്നെ അവരോടും പറഞ്ഞേക്ക് നിങ്ങൾക്ക് ആകെ 50 ഉള്ളൂ, എനിക്ക് 200 ഫോളോവേഴ്സ് ആയിക്ക്. ഇപ്പൊ എത്ര ഫോളോവേഴ്സ് ഉണ്ട്? ഇപ്പോൾ 75. 400 പോയതാ. ഇതൊന്നും പ്രതീക്ഷിക്കാതെയാണല്ലേ വീഡിയോസ് ഇട്ടോണ്ടിരുന്നത്? ഇത് പ്രതീക്ഷിച്ചു കഴിഞ്ഞാല് വേറെ എത്തൂല. നമ്മൾ ഇതിനകത്ത് ഇതിങ്ങനെ ഇതിനകത്ത് ഇത്ര റേറ്റ് പോകും, അല്ലെങ്കിൽ ഇത് ആൾക്കാർ കാണും, ആ പ്രതീക്ഷിക്കുന്ന സാധനം ആരും കാണുകയില്ല. അങ്ങനെ ഇതിനകത്തുനിന്ന് എന്തെങ്കിലും ആകണമെന്ന് വിചാരിച്ച് ചെയ്താലും ആവൂല. ഇതിനകത്തുനിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്ന് ഇറങ്ങിയാൽ കിട്ടൂല. അങ്ങനത്തെ സാധനമാണ് മീഡിയ, ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നമ്മൾ ദിവസം ജോലിക്ക് പോവുക, നമ്മളെ പണി മുളക് ചെയ്യുക, അതിൻ്റെ പണി അതും ചെയ്യും. എല്ലുമുറ പണിയെടുക്കുക, അപ്പൊ പലമുറയെ തിന്നാം. അത് തന്നെ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സൈഡായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. കുറേ ആൾ പറയുന്നുണ്ടേ ഇതിൽ തന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലോ, ഇനിയിപ്പോൾ ഇതിൽ തന്നെ ആയിക്കോ, ഇതിൽ നിന്ന് പ്രൊമോഷനും കിട്ടും. മോനെ എത്ര ആൾ വിളിക്കുന്നത്, ഒരു ഐഡിയ. എനിക്കിപ്പോൾ 6 കൊല്ലം കൊണ്ട് കുറച്ച് മാർക്കറ്റ് ഉണ്ട് എനിക്ക്, എൻ്റെ പ്രോഡക്റ്റ്. അത് വെച്ച് തന്നെ നമുക്ക് ജീവിക്കാനുള്ള പൈസ അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ നിന്ന് കിട്ടിക്കേണ്ട ബെനിഫിറ്റ് എത്ര പ്രൊമോഷൻ കിട്ടിയാലും അത് എക്സ്ട്രാ എന്ന് മാത്രമേ ഉള്ളൂ. ഞാനൊന്നും കിട്ടിയില്ലെങ്കിൽ എനിക്ക് എൻ്റെ EMI എൻ്റെ മക്കളെ പഠിത്തവും എല്ലാം റൊട്ടീനായിട്ട് വരുന്ന സാധനമാണ്, മറ്റത് വരണമെന്നില്ല. ഇപ്പൊ ഈ സിനിമാ താരങ്ങളൊക്കെ ഇതിന് കമന്റ് ചെയ്യും, അവരൊക്കെ സ്റ്റോറി ഇടുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ കാണാറുണ്ടോ? അതൊക്കെ ഭയങ്കര സന്തോഷം. അനൂപ് സീരിയലിലെ അവരെന്നാ എൻ്റെ ഇത് റീക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പൊ ഞാനത് ഒരു ഭയങ്കര സന്തോഷം മനസ്സിലും ഞാൻ ഇതയച്ചു. അപ്പോൾ അവർ നമ്പറൊക്കെ തന്നു. ഞാൻ മൂപ്പര് ബിസിയാ, വിളിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് റിപ്ലൈ തന്നു. ഒക്കെ അവിടെ എവിടെയോ നിൽക്കുന്ന ആൾക്കാർ നമ്മൾ ഒരു മെസ്സേജ് അയച്ചു. പിന്നെ ഒണിയല് അവരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു കേട്ടോ, വിളിച്ചു. അപ്പൊ അതൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടിയ ബെനിഫിറ്റാ. പിന്നെ നമ്മൾ എവിടെയും പോയാലൊരു 10 ആളുണ്ടെങ്കിൽ 2 ആൾക്ക് നമ്മൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ തന്നെ അത് മതി. അതിന് അതിൽ കൂടുതൽ സന്തോഷം വേറെന്താ? ഈ ചെണ്ടകൊട്ടല് കുറച്ചധികം ഫോട്ടോസ് കണ്ടിരുന്നു. അപ്പൊ വാദ്യകലാകാരനാ? ചെറിയ രീതിയിൽ, ഞാൻ വലിയ രീതിയൊന്നുമില്ല. ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചതാ. ഞാൻ പിന്നെ ഗൾഫിൽ പോയ ശേഷം ചെണ്ടയെല്ലാം ഒഴിവായി, എല്ലാം മറന്ന്
പിന്നെ ഇവിടെ ഞാൻ നാട്ടിൽ സെറ്റിൽ ആയ ശേഷം എൻ്റെ മരുമോൻ്റെ മരുമോൻ ചെണ്ട അടിക്കും. അവൻ്റെ രണ്ടാമത് പിന്നും പഠിച്ച് ഇപ്പം കൊട്ടുന്നുണ്ട്. അതിൽ പഞ്ചാരി, ചെമ്പട, പിന്നെ പാണ്ടി ഇതെല്ലാം അത്യാവശ്യം കൊട്ടും. പാടുവോ? ഇല്ല. പാട്ട് കേൾക്കും. അതും ഞങ്ങൾക്ക് പഴയ പാട്ടാണ് ഇഷ്ടം. പുതിയ പാട്ട് ഞാനങ്ങനെ, അതുകൊണ്ടാണ് ബേബി ജീനൊന്നും എനിക്ക് അറിയാത്തത്. ബേബി ജീന എന്ന് പറഞ്ഞത് ഇവര് പറഞ്ഞ ഞാൻ അറിയുന്നത്. ബേബി ജീനോട് സംസാരിച്ചോ? ഇല്ല. എനിക്ക് നമ്മളെ എങ്ങനെയെങ്കിലും രണ്ടാൾ അറിയണം, നമ്മളൊന്ന് അംഗീകരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇവരോടും പറയും, എൻ്റെ വീഡിയോ ആരെങ്കിലും ഒന്ന് ട്രോളിയിട്ടെങ്കിലും നമ്മൾ അറിയട്ടെ. അപ്പൊ മോള് പറയുമോ, നിങ്ങളെ വീഡിയോ ട്രോളാൻ പോയിട്ട് നോക്കാൻ വേണ്ടി നിൽക്കൂല എന്ന് പറഞ്ഞ. അപ്പൊ ഞാന് നമ്മളെ മഴവിൽ മനോരമയിലേ ഒഴിച്ചിരി മമ്പടത്തിരില്ലേ, അതിൽ പോകാൻ വേണ്ടിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കും, ഒരു സ്റ്റാൻഡപ്പ്. ഞാൻ കുറെ അയച്ചു കൊടുക്കും അവർക്ക്. അവരങ്ങനെ തന്നെ തിരിച്ച് റിജക്റ്റ് അടിക്കും. ഞാനോട് പറയും അച്ഛൻ, ഞാൻ പിന്നെ മോളോട് പറയും, ഇനിയൊന്ന് വീഡിയോ എടുക്കുക. അച്ഛൻ ഇനി വീഡിയോ എടുക്കണ്ട, നിങ്ങളെ വീഡിയോ എല്ലാം ഓരോ കയ്യിലുണ്ട്. ഇനി നിങ്ങളെ വീഡിയോ കാണുമ്പോൾ തന്നെ അവർ അപ്പം തന്നെ അതിൽ ബ്ലോക്ക് ചെയ്തോളി. ഇനി നിങ്ങൾ വീഡിയോ ഉണ്ടാകുന്നത് അവർ നിർത്തിയേ. ഇവള് മോളെ എടുത്തു തരുവാ, അല്ലെങ്കിൽ ഏട്ടന് പോയെ. ഇവര് എടുത്തു തരൂല. ഇവരോട് പറയും, ഞാനൊരു വീഡിയോ എടുത്താ ഞാനത് നോക്കട്ടെ. പക്ഷെ ഞാൻ എടുക്കുന്നതെല്ലാം ഇവര് ചിരിച്ചിട്ട് എന്തെങ്കിലും എല്ലാം കൊളാക്കും. എന്നിട്ട് ഞാൻ ഒരു വീതം ഒപ്പിച്ചിട്ട് ഞാൻ അയച്ചു കൊടുക്കും അവർക്ക്. അയച്ചു കൊടുത്ത് കുറെ കഴിഞ്ഞാൽ പറയും, അതിന് കോമഡി പോരാ, വിഷം കൊണ്ട് ഒന്ന് മാറ്റി ചെയ്ത്. അപ്പൊ അത് മാറ്റി ചെയ്യും. മാറ്റി ചെയ്തത് അതും അയച്ചു കൊടുക്കും. ഒന്നും റെഡി ആയിട്ടില്ല. ഞാനിങ്ങനെ കാണുമ്പോൾ വിചാരിക്കുമോ, നമ്മൾ ഇതിലും വലിയ കോമഡി പറഞ്ഞില്ല, അവര് നമ്മളത് ചിട്ടിയാക്കില്ല. അത് അപ്പോൾ പറയൂ, നിങ്ങൾ ഇതൊന്നും അല്ല കോമഡി, ഓരി കിട്ടേണ്ട കോമഡി വേറെയാ, അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞൊന്നും കാര്യമില്ല, അത് വിട്ടേക്ക്. അങ്ങനെ ഇവലെ രണ്ടാളെ ഇവരെ നോക്കി നടക്കണ്ടേ, ക്യാമറ കിട്ടൂലോ. പിന്നെ അങ്ങനെയാ ഞാൻ സ്റ്റാൻഡ് വാങ്ങിയത്. ട്രൈപോഡ്, വലിയ ട്രൈപോഡ് വാങ്ങി. എന്നിട്ട് സ്വന്തമായിട്ട് ഓലൊന്നും വേണ്ട, ഇങ്ങോട്ടൊന്നും വേണ്ട, നാലാണെന്ന് അറിയണം. എന്ന് വെച്ചാല് എല്ലാ കാലവും ഞാൻ ഇത് ഇടാൻ തുടങ്ങിയത് എന്തിനാണെന്നറിയോ, വീഡിയോ ഇടാൻ തുടങ്ങിയത് എല്ലാ കാലം നമ്മളില്ലെങ്കിലും ഈ സാധനം അവിടെ ഉണ്ടാവും. നമ്മളെ മക്കൾക്ക് അതവിടെ ഉണ്ടാവുമല്ലോ. നമ്മൾ ആരും കണ്ടോ ഇല്ലോ എന്നല്ല, അവിടെ ഉണ്ടാവും. അപ്പോൾ ഒരിക്കലും കാണാമല്ലോ. ഇത് തന്നെ ഇപ്പോ നമ്മൾ പ്രതീക്ഷയെക്കാട്ടോ അപ്പുറം. പക്ഷെ ഞാനിത് വിട്ടിട്ടില്ല. ഇങ്ങനെ എൻ്റെ നമ്മൾ ആരും കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ തുടരുക. അത് തന്നെ എല്ലാവരും വിചാരിച്ചു ഞാനിത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത്. ഞാനങ്ങനെ വിചാരിച്ചേ 2 വർഷമായിട്ട് ഒരാൾ ഒരേ കാര്യം ചെയ്തോണ്ടിരിക്കുമ്പോ അയാൾക്ക് ഒരു പ്ലാനിങ് ഉണ്ടാവില്ല. അങ്ങനെയൊന്നുമില്ല. നമ്മള് എൻ്റെ ആരെങ്കിലും എടുത്തുതരാൻ വേണ്ടേ വീഡിയോ. അപ്പൊ പിന്നെ നമ്മള് ഒരു ഒറ്റ ടൈപ്പ് വീഡിയോയില് വരുള്ളൂ. ആംഗിൾ മാറൂലോ. ഈ ആംഗിൾ തന്നെ എടുക്കാൻ പറ്റുമോ എന്നെ കാണണമെങ്കിൽ. അല്ലെങ്കിൽ ഇവിടെ വൈഫ് ഉണ്ടാവും, ആളെ ഉണ്ടാവും, രണ്ടാൾക്കാർ. പിന്നെ എടുക്കാനുള്ള ആളില്ല. ഒറ്റ ആംഗിളിൽ വരും. ആൾക്കാർ പറയൂ, നിങ്ങൾ ആംഗിൾ മാറ്റി പിടിക്കണമെന്ന്. എങ്ങനെ മാറ്റി പിടിക്കും ഞാൻ? എങ്ങനെ മാറ്റി പിടിക്കും? അപ്പൊ ഇത് കണ്ടതാണ്, ഇത് ഇന്റർവ്യൂ കണ്ടതാണ് പറഞ്ഞത്. ഓ, ഇതുകൊണ്ടാണ് നിങ്ങൾ ആംഗിൾ മാറ്റി പിടിക്കാത്തത്. അതുവരെ ആൾക്കാർക്ക് മനസ്സിലായിക്കില്ല ഇതെന്താ സംഭവം. അതാണ് എന്തായാലും കാണാൻ കഴിഞ്ഞതിലും ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഉണ്ണാൻ കഴിഞ്ഞതിലും. എനിക്ക് ആ ടെക്നിക്ക് മുഴുവനായിട്ട് കിട്ടിയില്ല, പക്ഷെ ഞാൻ വീട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്ത് സ്വയത്താക്കുന്നുണ്ട്. അങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഭക്ഷണം. എന്തായാലും ഭക്ഷണം എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട്. അച്ചാറ് മധുരവും ഉണ്ട്, എരിവും ഉണ്ട്. അങ്ങനെ പിന്നെ മീൻ പൊരിച്ചതിന്റെ സ്പെഷ്യൽ മസാല. പിന്നെ അവിടുത്തെ കറി എന്തായിരുന്നത്? അത് നമ്മളെ പച്ചടി. പച്ചടി. പച്ചടി എനിക്കെല്ലാം ഇഷ്ടമായി, ഗംഭീരമായിട്ടുണ്ട്.